ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ്. അത് വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് സാധാരണ വെണ്ടക്കായ, പിന്നെ മുരിങ്ങക്കായ അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോകണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അടുത്ത് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്യാരറ്റ്, വെള്ളരിക്ക, ഉരുളൻകിഴങ്ങ്, സബോള, തക്കാളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് എടുത്ത് വെച്ച് വാഷ് ചെയ്ത് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ കുക്കുംബറിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ പുറത്ത് ചെറിയ കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണമാണ് ഞാൻ തൊലി കളഞ്ഞത്. ശരിക്കും കുക്കുംബറിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല നമുക്ക്. ഞാൻ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും അല്ല, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കണത്, വറുത്തരച്ചിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പാർ ഇത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെജിറ്റബിളൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു വിസിൽ വരണ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പരിപ്പും കൂടി ഇപ്പം ഇട്ടിട്ടാണ് ഒരുമിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇനി നമുക്കിത് വറുത്തരച്ചെടുക്കാനുള്ള ഇത് തയ്യാറാക്കാം. ഗ്രേവി ഇതിലേക്കുള്ളത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ ഇവിടുത്തെ വലിയ വെളുത്തുള്ളി കാരണം 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയുടെ സൈസ് വെച്ചിട്ട് ഏകദേശം ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചിട്ട് നമ്മളിങ്ങനെ വറുത്തരച്ച് എടുക്കുമ്പോൾ ഇതും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സാമ്പാറിന് പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. അതിനായിട്ടാണ് വെളുത്തുള്ളി ഇതിൽ ചേർക്കണത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവിട്ട് കൊടുക്കാം. ഉലുവിട്ടിട്ട് അതും ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ വെളുത്തുള്ളി ഇട്ടിട്ട് നിങ്ങളിങ്ങനെ സാമ്പാർ ഈ രീതിയിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ആയിരിക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. ഇനി നമുക്ക് ഈ ഉലുവയും കൂടി മൂത്ത് വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്. ശരിക്കും നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ ശരിക്കും കായയില്ലേ, പൗഡർ അല്ലാത്ത കായ യൂസ് ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റും മണവും കിട്ടാം. ഞാൻ 2 രീതിയിലുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പൗഡർ കായത്തിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ സാധാരണ കായാണ്, പൗഡർ അല്ലാത്ത സാധാരണ കായാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് യൂസ് ചെയ്യണത്. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ നാളികേരത്തിൻ്റെ ഇത് ഉപയോഗിക്കാം. ഇതിവിടെ ഞങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ സാമ്പാറും ഒക്കെ ഉണ്ടാക്കാറ്. അത് ഞാൻ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് അതിട്ട് കൊടുത്തു. നാളികേരമൊന്നും നമുക്ക് എപ്പോഴും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊന്നും അവൈലബിൾ അല്ല. നമ്മൾ ശരിക്കും മാർക്കറ്റിലൊക്കെ പോകണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല നാളികേരവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ചിലപ്പോൾ എല്ലാം കിട്ടുന്ന നാളികേരം ചിലപ്പോൾ നല്ലതാവണമെന്നില്ല. ചിലതൊക്കെ മേടിക്കുമ്പോൾ കേടുള്ളതൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം ഇതാണ് യൂസ് ചെയ്യാറ്. ഇനി ആ നാളികേരം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഇളക്കി. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മല്ലിപ്പൊടിയും കൂടി മൂത്ത് വരണ വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇപ്പം നമ്മൾ ഈ വറുത്തരയ്ക്കാനായിട്ട് ഇത് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നാളികേരമൊക്കെ ആയ കാരണം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ലോ ടു മീഡിയം വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഒന്ന് മൂത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മുളക് ഇതിലേക്ക് ഇടാം. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയും കൂടി മൂത്ത് വരണ വരെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം. എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്ന വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം നാളികേരവും പൊടികളൊക്കെ നമ്മൾ ഇതിലിട്ട് മൂപ്പിക്കണ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കൂളാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂളായതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഈ അരപ്പ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോഴേക്കും നമ്മുടെ ഓൾറെഡി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ഇത് റെഡിയാവും, വിസിൽ വരും. ഇതിപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. കൂളായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ കുക്കർ ഒരു വിസിൽ വന്ന് അതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അപ്പോൾ അത് തുറന്നു നോക്കി. ഇതിപ്പോൾ ഏകദേശം വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്, പരിപ്പും വെന്തിട്ടുണ്ട്. ഒന്നും വെന്തുടഞ്ഞ് വെജിറ്റബിൾസ് ഒന്നും വെന്തുടഞ്ഞ് പോയിട്ടില്ല. ഈ സമയത്ത് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കണ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ആ സമയത്ത് ഞാൻ പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് പുളി മാത്രം പിഴിഞ്ഞിട്ട് പുളി ആയോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പുളി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലുള്ള പുളി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പുളിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി പുളി ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഇപ്പോൾ തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ആ തക്കാളിയും കൂടി വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടിയും ഒഴിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ പുളി നോക്കുകയാണ്, പുളി ആയോന്ന്. അപ്പോൾ പുളി ആയിട്ടുണ്ട്, അത്യാവശ്യത്തിന് പുളി ഉണ്ട്. ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ അല്ല, ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. ആ രീതിയിലാണ് ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കാച്ചണം. ഈ കാച്ചണ സമയത്ത് കുറച്ച് മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ ഈ സാമ്പാറിന് സ്പെഷ്യലായിട്ടൊരു കളറും സ്മെല്ലും കിട്ടും. അത് നമുക്ക് ഇത് കാച്ചണ സമയത്ത് അങ്ങനെ കൂടി ഇട്ടിട്ട് നമുക്ക് കാച്ചെടുക്കാം. ഇനി അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ പോണ രീതിയിൽ നമുക്കൊരു 3-4 മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളകോ കറിവേപ്പിലയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം പച്ചമുളകും കറിവേപ്പിലൊന്നും ഇവിടെ കിട്ടാനില്ല. നമ്മൾ സാധാരണ ഇവിടെ മാർക്കറ്റിൽ പോകണം. ഇപ്പോൾ നമുക്ക് കൊറോണയ്ക്ക് ആയ കാരണം മാർക്കറ്റിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായ കാരണമാണ് ഞാൻ അതൊന്നും ഇടാതെ. ഇനി നമുക്ക് ആ മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അതിൻ്റെ സൈഡിലൊക്കെ ഇനി നമ്മൾ അതിൻ്റെ അരപ്പിരിക്കുന്നുണ്ടാവും. അതും കൂടി ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് താളിക്കാനുള്ളത് കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അവിടെ സാമ്പാർ ഒരു 3 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഒന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചുവന്ന മുളകും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് കാച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിന് പ്രത്യേകിച്ചൊരു ചുമന്ന കളറും നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഞാൻ ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാമ്പാർ. ഇത് കറക്റ്റ് സാമ്പാർ പെർഫെക്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളൊന്നും ചേർക്കാണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയാണത്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സാമ്പാർ പൗഡർ യൂസ് ചെയ്യാത്ത ഒരു സാമ്പാറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ സാമ്പാർ ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. Thank you for watching my video.